ആദ്യം ശ്രീ അനിൽ വിളയിൽ, നേരത്തെയും ഈ വാജി വാഹന വിഷയം ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. താങ്കൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്, തന്ത്രിക്കെതിരെ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ സ്വർണ്ണക്കൊള്ളയും വാജി വാഹനവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ഒരേ സമയം LDFിൻ്റെ ഭരണസമിതി ഉള്ളപ്പോൾ മാത്രമല്ല, UDFിൻ്റെ ഭരണസമിതിയുടെ കാര്യത്തിലും ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നതിലേക്കാണല്ലോ പോകുന്നത്. അങ്ങോട്ടാണല്ലോ ഈ പെൻഡുലം തിരിക്കുന്നത്. പക്ഷേ ഇത് തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, സ്വർണ്ണക്കൊള്ളയും വാജി വാഹനം തന്ത്രിക്ക് നൽകിയതും തമ്മിൽ? അതെ, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ പറയുന്നൊരു കാര്യമാണ്, ശബരിമലയിൽ നടന്ന ഈ കൊള്ളയല്ല, കട്ടളപ്പാളി ഇളക്കിയ കൊള്ളയോ ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ട കൊള്ളയോ അല്ല. ആദ്യത്തെ ദേവസ്വം ബോർഡ് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകിയ ആ ഒരു ദേവസ്വം ബോർഡും അതിനുശേഷം വന്ന 1-2 ദേവസ്വം ബോർഡുകൾ ഒഴികെ നാളിതുവരെ UDFും LDFും വീതം വെച്ചെടുക്കുകയായിരുന്നു കേരളത്തിലെ ദേവസ്വം ബോർഡ് സംവിധാനങ്ങൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളത്. ഇവരൊക്കെ തന്നെ ഈ കൊള്ളയ്ക്ക് വേണ്ടി, ചൂഷണത്തിന് വേണ്ടി, അഴിമതിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരെ ജോലികളിൽ തിരികെ കയറ്റുന്ന തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി രണ്ടു കൂട്ടരും പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ നൽകുന്ന വ്യക്തമായ സൂചന. കാരണം ശബരിമലയും ദേവസ്വം ബോർഡും ഒക്കെ എപ്രകാരം നശിപ്പിച്ച് കൊള്ളയടിച്ച് തങ്ങളുടെ പോക്കറ്റും തങ്ങളുടെ പാർട്ടിക്കും വികസനം ഉണ്ടാക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തുന്ന മുന്നണികളാണ് കേരളത്തിൽ. എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി തന്നെയാണ് ഈ കൊള്ളയുടെ നേതൃത്വം. ആരാണ് കൂടുതൽ മോഷ്ടിച്ചത്, UDF ആണോ, LDF ആണോ, കോൺഗ്രസ് ആണോ, CPM ആണോ എന്ന തർക്കം മാത്രമേ കേരളത്തിൽ ഇപ്പോൾ വാജി വാഹനത്തിൽ എന്ത് മോഷണമാണ് നടന്നിട്ടുള്ളത് ശ്രീ അനിൽ വിളയിൽ? അല്ല, ഞാൻ പറയട്ടെ, അതിപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ അദ്ദേഹത്തിന്റെ ബൈറ്റ് കേട്ടല്ലോ. ഇതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ്, അതൊരു ലോഹഭാഗമാണെങ്കിൽ അത് തന്ത്രിമാർക്ക് കൈമാറുന്നു. അത് പിന്നീട് നന്നാക്കി ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിന് പിന്നെ ദേവചൈതന്യം അവിടെ ഇല്ലാതാവുകയാണല്ലോ. അത് മരം കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് കത്തിച്ച് കളയും, അത് കല്ലാണെങ്കിൽ അത് നദിയിലൊഴുക്കും. ഇപ്പോൾ ഒരു ഇത് എന്താണ്, ലോഹമായതുകൊണ്ട് ഇത് തന്ത്രിക്ക് കൈമാറുന്നു, അത് ആചാരപരമാണ്, താന്ത്രികമാണ് എന്നുള്ള വിശദീകരണമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം പറയുന്നത്. അങ്ങനെ കൈമാറി വന്നിരുന്നതാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, താങ്കൾ പറയുന്നത് ശരിയാണ് കേട്ടോ, ഇത് പഞ്ചലോഹമാണ്, അതിൽ സ്വർണം പൂശിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ദേവന്റെ സ്വത്തല്ലേ, അത് ദേവസ്വത്തിലല്ലേ ഇരിക്കേണ്ടത് എന്നുള്ള കാര്യവുമുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ശബരിമലയിൽ ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകളാണ്. കട്ടളപ്പാളി ഇളക്കിയ കേസും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ്. അതിന്റെ ഇടയ്ക്കാണ് ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി എന്തോ ഒരു മഹാസംഭവം എന്ന രീതിയിൽ ഈ വാജി വാഹനം പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നമ്മൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ 3-4 മാസക്കാലമായിട്ട് ഈ തന്ത്രി പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഇതുണ്ട്, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളിതുവരെ അതിനുവേണ്ടി ഒരു കേസ് ഇതുവരെ ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റം പ്രീസിഡന്റ് നിയമം, ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. പണ്ട് കാലം മുതൽ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ, ഈ ഭാരതത്തിലെ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രീസിഡന്റും കസ്റ്റമുമാണ് പലതും. അതൊന്നും നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനം ഉണ്ടാകുന്നതിന് മുമ്പ് തൊട്ട് തുടങ്ങിയതാണ് ഈ സമ്പ്രദായങ്ങളൊക്കെ തന്നെ. അതിന്റെ ഭാഗമായിട്ട് 2012 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കമ്മീഷണറായ വാസു ആ ചുമതല വഹിക്കുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിറങ്ങിയത്. അതിനുശേഷം ഈ തന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് സാധനവും പുറത്തേക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള അധികാരം ഇല്ലാതാക്കി എന്നാണ് ആ സർക്കുലർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തൊട്ട് തന്നെ ഇപ്രകാരമുള്ള പ്രധാനമായിട്ടും നമുക്കറിയാം, തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾ അനുഷ്ഠാനപൂർവ്വം കരുതുന്ന ചില നിയമങ്ങൾ അല്ലെ പ്രീസിഡന്റുകൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തടി, കല്ല്, ലോഹം തുടങ്ങിയവയിലൊക്കെ തന്നെയാണ് ദാരുശില്പങ്ങൾ. ആ വാഹനം ഏതു ദേവന്റെ ക്ഷേത്രമാണോ ആ ദേവന്റെ വാഹനമാണ് ഈ കൊടിമരത്തിന്റെ മുകളിൽ ഉപയോഗിക്കുന്നത്. ശബരിമല ആയതുകൊണ്ട് അത് കുതിരയാണ്, വാജി വാഹനമാണ്. അത് തന്ത്രി കൊണ്ടുപോയതൊരു മഹാസംഭവമായിട്ട് വന്നുകൊണ്ട് ഇതിനെ ചർച്ച തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നമ്മൾ നോക്കണം. താങ്കളുടെ നിലപാട് എനിക്ക് ഒരു ചർച്ചയിൽ താങ്കൾ ഇതേ വിഷയം ഉന്നയിച്ചപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ എങ്ങനെ വാജി വാഹനം വന്നു എന്ന ചോദ്യം താങ്കൾ ഉന്നയിച്ചിരുന്നു കേട്ടോ. തന്ത്രിയുടെ വീട്ടിൽ വന്നത് കൃത്യമാണല്ലോ, തന്ത്രസമുച്ചയം അനുസരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു എന്നുള്ളത് കൃത്യം തന്നെയാണ്. അല്ല, തന്ത്രിക്ക് അങ്ങനെ കൈവശം വെക്കുവാൻ അവകാശമുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവനുസരിച്ച് ക്ഷേത്രങ്ങളിൽ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നവയും അങ്ങനെ അല്ലാത്തവയുമായ ഭൗതിക വസ്തുക്കൾ കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴോ, അതായത് നന്നാക്കുമ്പോഴോ എന്നുള്ളതാണല്ലോ. നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് പൂർവ്വകാല നടപടിക്രമങ്ങൾ
അതാണ് എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതു സ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ് ഇല്ലേ? അത് മേൽപ്രകാരമുള്ള ബോർഡ് അംഗീകരിച്ച് ഉത്തരവായിട്ടുള്ളതിനാൽ അതിൻ്റെ മേൽ നടപടികൾ സ്വീകരിച്ച് നടപ്പിലാക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും അമൂല്യമായ വസ്തുക്കൾ ഇല്ലേ, അത് ദേവചൈതന്യം ഉള്ളവയാണെങ്കിൽ പോലും അവ വീണ്ടും ഉപയോഗിക്കാതിരിക്കുന്നതാണെങ്കിൽ അത് ദേവസ്വത്തിന്റെ ഭാഗമായി മാറ്റുക എന്നുള്ളതാണല്ലോ. ദേവന്റെ സ്വത്തായി പൊതു സ്വത്തായി ദേവസ്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അപ്പോൾ എങ്ങനെ അത് തന്ത്രിയുടെ വീട്ടിൽ വെക്കാൻ കഴിയും 2012 ഉത്തരവനുസരിച്ച്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ അല്ലെ കുഴപ്പങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അപഹരണമോ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം അതിന് വിധേയനാകണം. ആ കുറ്റകരമായിട്ടുള്ള നടപടികളിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് എങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ആഗ്രഹിക്കുന്നത്. തന്ത്രി ആയാലും മന്ത്രി ആയാലും അവർക്കൊന്നും യാതൊരു എക്സംഷനും ഇല്ല. പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയോ അവരാണ് കുറ്റക്കാർ തന്ത്രിക്ക് നൽകിയതിൽ? ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വന്നത്. ഈ തന്ത്രിക്ക് നിയമവിരുദ്ധമായിട്ട് ഇപ്രകാരമുള്ള ഈ വാജീവാഹനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദേവസ്വം ഭരണസമിതി ശിക്ഷിക്കപ്പെടണം. അല്ല, അത് എങ്കിലെന്ന് താങ്കൾ പറയുമ്പോൾ അത് സംശയത്തിന്റെ രൂപമാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ എന്ന് താങ്കൾക്ക് അറിയില്ല എന്നുള്ളതാണല്ലോ. ഇതെന്തായാലും കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം അല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ 2012 ഉത്തരവൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇതുവരെ എന്താണോ പാലിച്ചു പോകുന്നത് ആ ആചാരപ്രകാരം 2017 ഇങ്ങനെയൊന്നും ഉണ്ടായപ്പോൾ ആ വാജീവാഹനം അത് തന്ത്രിക്ക് കൈമാറി എന്നുള്ളതാണ്. അത് താന്ത്രിക വിധി പ്രകാരം എന്നാണ്. അങ്ങനെ കൈമാറി എന്ന് ദേവസ്വം ബോർഡ് മുന്നംഗം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ അംഗം ഉൾപ്പെടുന്ന ആ ദേവസ്വം ഭരണസമിതിക്ക് അന്നത്തെ പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഇന്നില്ല. മറ്റൊരു അംഗം കൂടി ഇപ്പോൾ ഉണ്ട്, കെ രാഘവൻ. ഈ രണ്ടുപേരും ഇപ്പോഴും ഉണ്ട്, അജയ് തറയിലും രാഘവനും. അപ്പോൾ ഇവർക്ക് തെറ്റ് പറ്റി എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഒരു ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവും ഒരു പ്രീസിഡന്റും നിലനിൽക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ പ്രീസിഡന്റ് അനുസരിച്ചുകൊണ്ട് അല്ലെ ഹിന്ദുമത ആചാരാനുഷ്ഠാന പ്രകാരമുള്ള പ്രീസിഡന്റ് അനുസരിച്ചുകൊണ്ട് തന്ത്രിക്ക് കൈമാറി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നാളിതുവരെ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഈ തന്ത്രിക്കെതിരായി യാതൊരു പരാതിയും നാളിതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന 2012 സർക്കുലർ അല്ലെ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് അത് നിയമത്തിൽ വ്യാഖ്യാനിക്കേണ്ടതാണ്. ആ സർക്കുലറിനാണോ നിലനിൽപ്പ് അതോ അതിനു മുൻപായിട്ട് അനുഷ്ഠിച്ചു വന്നിരിക്കുന്ന തന്ത്ര സമുച്ചയം അനുസരിച്ചുള്ള കാര്യങ്ങൾക്കാണോ പ്രാധാന്യം? കേരളത്തിൽ നിലവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 3ഓളം കേസുകൾ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോഴൊക്കെ തന്നെ ബഹുമാനപ്പെട്ട കോടതികളൊക്കെ തന്നെ പ്രസിഡന്റ് കസ്റ്റം എന്നതിന്റെ ഭാഗമായിട്ട് തന്ത്രി കൈവശം വെക്കുന്നത് തെറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് തന്ത്രിയുടെ വാജീവാഹനത്തിലേക്ക് ഇത് കൊണ്ടുപോയി ഈ കേസിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. ഇത് ഇടതു മുന്നണിയും വലതു മുന്നണിയും തമ്മിൽ ഒത്തുതീർപ്പാവുക. ചേട്ടൻ ബാവ എങ്ങനെയാണ് UDF എങ്ങനെയാണ് ഒത്തുതീർപ്പിന്റെ ഭാഗമാകുന്നത്? UDFിലേക്ക് തിരിക്കുകയല്ലേ ശ്രീ സേനാപതി വേണു? VD സതീശന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.